മക്കളെ നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ് ബെസൽസ് ഇൻഇക്വാലിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഓൾറെഡി കോഷി-സ്ക്വയർ ഇൻഇക്വാലിറ്റി എന്നൊരു കൺസെപ്റ്റ് അറിയാം. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ബെസൽസ് ഇൻഇക്വാലിറ്റി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, യു ആർ ഗിവൺ എ ഹിൽബർട്ട് സ്പേസ് H and an orthonormal system. Orthonormal system means an orthogonal set in which every inner product with equal elements equal to 1. That means inner product EI with EI equal to 1 and inner product EI with EJ equal to 0 for I not equal to j. That means it satisfies the delta IJ condition. Kroneker's delta എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓർത്തോനോർമൽ സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ ഒരു ഹിൽബർട്ട് സ്പേസിൽ ഒരു ഓർത്തോനോർമൽ സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ ഹിൽബർട്ട് സ്പേസിലുള്ള ഏതൊരു പോയിൻറ്റിനെയും താഴെ പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ കണ്ടീഷൻ പറയുന്നത് സമേഷൻ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ആ സമേഷൻ്റെ വേരിയേഷൻ ഇത് ഇ ഐനെ ഡിപ്പെൻഡ് ചെയ്യും. ഇ ഐ ഫൈനൈറ്റ് കേസും ഉണ്ടാവാം, കൗണ്ടബിൾ കേസും ഉണ്ടാവാം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി അതായത് ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി വൈ സഫിക്സിലാണ് വൈ എൻ ഈക്വൽ ടു സമേഷൻ ഐ വേരിയസ് ഫ്രം 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ ഇൻറ്റു ഇ ഐ. അതായത് ഒരു ലീനിയർ കോമ്പിനേഷനാണ് എടുക്കുന്നത്. സ്കാലേഴ്സ് എക്സ് വിത്ത് ഇ ഐയും ഇ ഐ ആണ് ഇവിടുത്തെ വെക്റ്റർ. അപ്പോൾ ഒരു ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇ ഐസ് E1 E2 എക്സെട്ര ഇ എൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോഷി-സ്ക്വയർ ഇൻഇക്വാലിറ്റി എന്താ പറയുന്നത്? മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ നമ്മൾ രണ്ടാമത്തെ വെക്റ്റർ വൈ എൻ ആയിട്ട് എടുക്കുന്നു. മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വൈ എൻ വിത്ത് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ എൻ. ഓക്കെ, ഇനി എന്താണ് വൈ എൻ വിത്ത് എക്സിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. ഇന്നർ പ്രൊഡക്റ്റ് വൈ എൻ വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് വൈ എൻ given above. So that will becomes inner product sigma I varies from 1 to n scalar എന്ന് പറയുന്നത് x with EI with x. ഓക്കെ, അപ്പോൾ ഇനി ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടെണ്ണമാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് E1 with x ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് E2 ഇൻറ്റു E2 with x എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ n എണ്ണം ആയതുകൊണ്ട് n എണ്ണത്തിലേക്ക് വരും. That means which is equal to sigma I varies from 1 to n inner product x with EI into inner product EI with x. അത് ഒന്നിൻ്റെ കോൺജുഗേറ്റ് ആണ്. അപ്പോൾ z ഇൻറ്റു z കോൺജുഗേറ്റ് ഈക്വൽ ടു മോഡ് സെറ്റ് സ്ക്വയർ എന്നറിയാം. ആ വാല്യൂ കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ I varies from 1 to n മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് EI സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് വൈ എൻ വിത്ത് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഇന്നർ പ്രൊഡക്റ്റ് നോം വൈ എൻ സ്ക്വയർ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് വൈ എൻ വിത്ത് വൈ എൻ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ദാറ്റ് സമേഷൻ വിത്ത് സമേഷൻ എന്നാവും. അപ്പോൾ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം ഫിക്സ് ചെയ്തിട്ട് സെക്കൻഡ് ടേമിൽ നമ്മൾ ഓരോ ടേമായിട്ട് എടുക്കാം. അപ്പോൾ അതായത് ഫസ്റ്റ് ടേം സിഗ്മ I varies from 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഐ വിത്ത് എക്സ് വിത്ത് ഇ ഐ ഇൻറ്റു ഇ ഐ വിത്ത് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് E1 എന്നൊരു ടേം പ്ലസ് അടുത്തതിലാവുമ്പോൾ രണ്ടാമത്തെ ടേം ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് E2 അങ്ങനെ പോകും. ഓക്കെ, ഇനി ഇതിനകത്ത് E1ൻ്റെ കേസ് മാത്രമേ ആദ്യത്തിൽ കിട്ടുള്ളൂ. ബാക്കി എല്ലാം എന്തായി പോകും? 0 ആയി പോകും, കാരണം ഓർത്തോനോർമൽ സിസ്റ്റം ആവുന്നതുകൊണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് സമേഷൻ വരുന്നത് നോക്കാം. എക്സ് വിത്ത് E1 കോൺജുഗേറ്റ് ഇൻറ്റു E1 with E1 എന്ന ടേം മാത്രമാണ് ആദ്യത്തിൽ നിന്ന് കിട്ടുക. രണ്ടാമത്തെ നമുക്ക് കിട്ടുക എക്സ് വിത്ത് E2 കോൺജുഗേറ്റ് ഇൻറ്റു E2 with E2 പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ n ടേംസേ കിട്ടുള്ളൂ. ബാക്കിയെല്ലാം 0 ആയി പോവുകയാണ് ചെയ്യുക, കാരണം ഓർത്തോഗണൽ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ഇനി ഓരോ ടേമും മോഡ് സ്ക്വയർ ആണ്, അതുകൊണ്ട് ഇവിടെ n ടേംസാണ് ഉള്ളത്. ദെർഫോർ നോം വൈ എൻ സ്ക്വയർ ഈക്വൽ ടു ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് സമേഷൻ I varies from 1 to n മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് EI സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പം നോം വൈ എൻ്റെ വാല്യൂ ആകുമ്പോൾ ഹോൾ റേസ് ടു 1/2. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ വൈ എൻ വിത്ത് എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ 1ഉം നോം വൈ എൻ്റെ വാല്യൂ ഇക്വേഷൻ 2ഉമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദിസ് ഇംപ്ലൈസ് നമുക്ക് മുകളിലുള്ള കോഷി-സ്ക്വയർ ഇൻഇക്വാലിറ്റി എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വൈ എൻ വിത്ത് എക്സ് ഈസ് ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ എൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വേഷൻ 1 and 2 ഇൻ ദീസ്. നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ ഒരു ടേമും റൈറ്റിൽ കിട്ടുന്നതിൽ അതിൻ്റെ റൈസ് ടു 1/2 ആണ്. അപ്പോൾ രണ്ടും നോൺ സീറോ ആയതുകൊണ്ട് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ LHSൽ നമുക്ക് സിഗ്മ I varies from 1 to n മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് EI സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ്. സ്ക്വയറിംഗ് ബോത്ത് സൈഡ് ആകുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ I varies from 1 to n മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് EI സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് ഏത് n എടുത്താലും സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ്
നമുക്ക് എന്നിട്ട് സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to infinity മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ സ്ക്വയർ ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ തന്നെയായിരിക്കും. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പറിന് നോം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആണെങ്കിൽ ലെറ്റിംഗ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴും അപ്പർ ബൗണ്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബെസൽസ് ഇനീക്വാലിറ്റി കിട്ടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ബെസൽസ് ഇനീക്വാലിറ്റി. ഇനി ഈ ബെസൽസ് ഇനീക്വാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് നെക്സ്റ്റ് കൊറോളറി എന്ന് പറയുന്നത്. ഫോർ എനി എക്സ് എലമെൻറ്റ് ഓഫ് എച്ച്, അതായത് എച്ച് ഒരു ഹിൽബർട്ട് സ്പേസ് ആണ് ആൻഡ് എക്സ് ബി എനി പോയിൻറ്റ് and you are given an orthonormal system in that, then there is a y element of h such that y equal to summation I varies from 1 to infinity x with ei into ei. അതായത് ഇൻഫിനിറ്റ് ലീനിയർ കോമ്പിനേഷനും കൂടി സ്പേസിൽ വരുന്നു എന്നാണ് അർത്ഥം. സാധാരണ ലീനിയർ കോമ്പിനേഷൻ പറഞ്ഞാൽ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ മാത്രമേ സ്പേസിൽ വരുള്ളൂ. ഇവിടെ y ഈക്വൽ ടു നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു ഇൻഫിനിറ്റ് കൗണ്ടബിൾ ലീനിയർ കോമ്പിനേഷൻ എന്ന ഫോമിലാണ്, അല്ലെങ്കിൽ ഡെന്യൂമറബിൾ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാകുന്നു. ഇത് ഉണ്ടാവാനുള്ള കാരണം ഇ ഐസ് ഓർത്തോനോമൽ ആയതുകൊണ്ടാണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് പക്ഷേ ബെസൽസ് ഇനീക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ബെസൽസ് ഇനീക്വാളിറ്റിയിൽ നമ്മൾ വൈ എൻ എന്ന് എടുത്തിരുന്നു. വൈ എൻ ഈക്വൽ ടു സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ വിത്ത് ഇ ഐ. അപ്പോൾ വൈ എൻ എന്നൊരു സീക്വൻസ് ആണ്. അപ്പോൾ y1 പറഞ്ഞാൽ ഒരു ടേം വരും, y2 പറഞ്ഞാൽ 2 ടേം വരും, n ടേമിൻ്റെ സമായിരിക്കും. y എന്ന് പറഞ്ഞാൽ n ടേംസിന് സമായിരിക്കും. അപ്പോൾ വൈ എൻ ഈസ് എ സീക്വൻസ് ആണ്. ലെറ്റിംഗ് വൈ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇക്വേഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറുന്നു? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി വൈ എൻ ഈസ് ഈക്വൽ ടു മുകളിൽ അതിനകത്ത് ബെസൽസ് ഇനീക്വാലിറ്റി യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അതായത് ഹിൽബർട്ട് സ്പേസ് എച്ച് തന്നിരിക്കുന്നു, ബെസൽസ് ഇനീക്വാലിറ്റിക്ക് വേണ്ടിയുള്ള ഓർത്തോനോമൽ സിസ്റ്റം അവിടെ അവൈലബിൾ ആണ് എങ്കിൽ ആ ഇൻഫിനിറ്റ് ലീനിയർ കോമ്പിനേഷൻ വൈ കൂടി എച്ചിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എച്ചിൻ്റെ ഹിൽബർട്ട് പ്രോപ്പർട്ടി, അതായത് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി കൂടി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ബെസൽസ് ഇനീക്വാലിറ്റി പ്രകാരം വൈ എൻ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ ഈക്വൽ ടു ഇ ഐ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസ് ലെറ്റിംഗ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to infinity മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ സ്ക്വയർ ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ എന്നാണ് കിട്ടുക. അതായത് ബൗണ്ടഡ് ആണ്, കൂടാതെ അതൊരു കോഷി സീക്വൻസ് കൂടി ഫോം ചെയ്യും. അപ്പോൾ വൈ എൻ ഒരു കോഷി സീക്വൻസ് ആയിരിക്കും. പക്ഷേ ഹിൽബർട്ട് സ്പേസ് ആയതുകൊണ്ട് എവരി കോഷി സീക്വൻസ് എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. എവരി കോഷി സീക്വൻസ് ഈസ് കൺവേർജൻറ്റ്. അപ്പോൾ എവരി കോഷി സീക്വൻസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് വൈ എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആയിരിക്കും. എങ്കിൽ അതിൻ്റെ ലിമിറ്റ് കൂടി എവിടെ ഉണ്ടാവും? ഹിൽബർട്ട് സ്പേസിലുണ്ടാവും. അതിന് ഞാൻ വൈ എന്ന് പേര് കൊടുത്തു. സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ ഇൻറ്റു ഇ ഐ ഈക്വൽ ടു വൈ ഷുഡ് ബി എ മെമ്പർ ഓഫ് എച്ച്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കോഷി സീക്വൻസ് കൺവേർജൻ്റ് ആണ് ഹിൽബർട്ട് സ്പേസ് എന്നുള്ള കൺസെപ്റ്റ് കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ് കംപ്ലീറ്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിസ്റ്റത്തെ കൗണ്ടബിൾ സെറ്റാണ് സിസ്റ്റത്തിൽ തന്നിരിക്കുന്നത്. സിഗ്മ എക്സ് ഐ വേരിയസ് ഫ്രം 1 to infinity ഒരു നോർമൽ സ്പേസിലുള്ള ഒരു സിസ്റ്റമാണ്, സിസ്റ്റം ഓഫ് വെക്റ്റേഴ്സാണ്. ആ വെക്റ്റേഴ്സിനെ നമ്മൾ കംപ്ലീറ്റ് എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് അതിൻ്റെ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് ലീനിയർ സ്പാന് ഡെൻസ് ആയിരിക്കണം. ലീനിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് ഡെൻസ് ഇൻ എക്സ് ആണെങ്കിൽ അതിനെ നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റം എന്ന് വിളിക്കും. അപ്പോൾ ഒരു കംപ്ലീറ്റ് സിസ്റ്റം മീൻസ് എ കൗണ്ടബിൾ സെറ്റ് എക്സ് ഐ ഇൻ വിച്ച് സ്പാൻ ഓഫ് ദാറ്റ് സെറ്റ് ഡെൻസ് ഇൻ എക്സ്. ദാറ്റ് മീൻസ് സ്പാനിൻ്റെ ക്ലോഷർ, സ്പാൻ ഓഫ് എക്സ് ഐയുടെ ക്ലോഷർ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ, കംപ്ലീറ്റ് സിസ്റ്റത്തിനുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 t സ്ക്വയർ എക്സെട്ര എന്ന് പറയുന്നത് നമുക്ക് സി ഓഫ് ക്ലോസ്ഡ് ഓൾ 0 ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ മോണോമിയൽസ് ആണ്. 1 t സ്ക്വയർ എക്സെട്ര ഈസ് എ മോണോമിയൽ സിസ്റ്റം ഓഫ് മോണോമിയൽസ് എന്നാണ്. അത് സി ഓഫ് ക്ലോസ്ഡ് ഓൾ 0 ഡെൻസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാൻ പറ്റും സി ഓഫ് ക്ലോസ്ഡ് ഓൾ എ ബിയിൽ എല്ലാ മെമ്പേഴ്സും കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. ആൻഡ് എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് എ ലിമിറ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നതാണ് വെയ്സ്ട്രാസ് തിയറം എന്ന് പറയുന്നത്. വെയ്സ്ട്രാസ് തിയറം പറയുന്നത് ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനും സീക്വൻസ് ഓഫ് പോളിനോമിയലിൻ്റെ ലിമിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇ റേസ് ടു എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 1 + x/1 ഫാക്ടോറിയൽ + x² 2 ഫാക്ടോറിയൽ + എക്സെട്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സെട്രയാണത്, പക്ഷേ അത് പോളിനോമിയൽ അല്ല. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു പോളിനോമിയൽ കൺസിഡർ ചെയ്യുകയാണ്. P1 = 1,
P2 equal to 1 plus x by 1 factorial, P2 equal to 1 plus x by 1 factorial plus x square by 2 factorial, P3 equal to 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial അങ്ങനെ എക്സെട്ര P1 P2 P3 എക്സെട്ര എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ ആക്ച്വലി ഇ റേസ് ടു എക്സ് ആണ്. അതായത് ഈ പി എന്നിൻ്റെ ലിമിറ്റാണ് ഇ റേസ് ടു എക്സ്. പി എൻ പോളിനോമിയലാണ്. അപ്പോൾ സീക്വൻസ് ഓഫ് പോളിനോമിയലിൻ്റെ ലിമിറ്റ് ആയിട്ടാണ് എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, പക്ഷേ ഈ പോളിനോമിയൽസുകളെ മോണോമിയൽ കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും. ഏതൊരു പോളിനോമിയലും മോണോമിയലിൻ്റെ സമ്മാണ്. ഫോർ എക്സാമ്പിൾ 2x² + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² എന്ന മോണോമിയലിൻ്റെയും 1 എന്ന മോണോമിയലിൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷനാണ് 2x² + 1. Therefore, every polynomial is a finite linear combination of monomials and the sequence of polynomial tends to continuous functions, or every continuous function is the limit of a sequence of polynomials. That means 1 t² etc. എന്ന് പറയുന്നതിൻ്റെ സ്പാനിങ് സെറ്റ് പോളിനോമിയൽ സ്പേസ് ആണ്. ആ പോളിനോമിയൽ സ്പേസിൻ്റെ ക്ലോഷർ പറഞ്ഞാൽ ലിമിറ്റ് പോയിൻറ്റ്സ് ആണ് ചേർന്നതാണ് ആര് സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1. അതായത് സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1 എന്ന് പറയുന്നത് വൺ വേരിയബിൾ പോളിനോമിയൽ സീക്വൻസിൻ്റെ ക്ലോഷറാണ്. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഔട്ട് പോളിനോമിയൽ ഈസ് ഡെൻസ് ഇൻ സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1 എന്നുള്ളത് നമുക്ക് 1 t² എന്ന് പറയുന്നതിൻ്റെ ബേസിസ് ആവുന്നു. ദോർഫോർ സ്പാൻ ഓഫ് 1 t² എക്സെട്ര ക്ലോഷർ ഈക്വൽ ടു സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1. അതുകൊണ്ട് അതൊരു കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് മാറുന്നു. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് സിസ്റ്റത്തിനുള്ള കുറച്ച് എക്സാമ്പിളുകൾ കൂടിയുണ്ട്. ഈ 1 t² എക്സെട്ര ഈസ് കംപ്ലീറ്റ് ഇൻ ദി L2 സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ L2 സ്പേസും C2 സ്പേസും നമ്മളെന്താ പഠിച്ചിട്ടുണ്ട്. L2 സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻ്റഗ്രബിൾ മെഷറബിൾ ഫംഗ്ഷൻസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ 0 1 ആണ്. ആൻഡ് C2 എന്ന് എഴുതേണ്ട, അവിടെ C എന്ന് എഴുതിയിരിക്കുന്നത്. C2 ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലാസസ് ആയിരിക്കും, അതിലെ മെമ്പേഴ്സ് ക്ലാസസ് ഓഫ് 2 ഇൻ്റഗ്രബിൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ 0 1. അപ്പോൾ C2 ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1ൻ്റെ ക്ലോഷർ കംപ്ലീഷൻ L2 ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1 നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഈ 1 t² എക്സെട്ര എന്ന് പറയുന്നത് ഡെൻസ് ഇൻ സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1. ഡെൻസ് അല്ല, ആക്ച്വലി അതിൻ്റെ സ്പാനിങ് സെറ്റ് ഈസ് ഡെൻസ് ഇൻ സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1. Therefore 1 t² എക്സെട്ര ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം ഇൻ L2 ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1 എന്ന് പറയാം. ഇതുപോലെ തന്നെ നമുക്ക് വേസ്റ്റാസ് അപ്രോക്സിമേഷൻ തിയറം പ്രകാരം സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ -π സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1 എന്ന് പറയുന്ന പോലെ തന്നെ സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ -π എന്ന് പറഞ്ഞാൽ അതിലെ മെമ്പേഴ്സ് എല്ലാം കണ്ടിന്യൂസ് പീരിയോഡിക് ഫംഗ്ഷൻസ് ആയിരിക്കും. കണ്ടിന്യൂസും പീരിയോഡിക്കും ആയിട്ടുള്ള ഫംഗ്ഷൻസാണ് സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ -π വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 1 cos nx sin nx എന്ന് പറയുന്ന സിസ്റ്റം it is from 1 to infinity എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സിസ്റ്റം ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ സ്പാനിൻ്റെ ക്ലോഷർ ആയിരിക്കും സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ -π. അതുപോലെ തന്നെ അത് L2 ഓഫ് ക്ലോസ് ഇൻ്റർവൽ -π കംപ്ലീറ്റ് സിസ്റ്റം ആയിരിക്കും. ബിക്കോസ് C2 ഓഫ് ക്ലോസ് ഇൻ്റർവൽ -π ക്ലോഷറാണ് L2. അപ്പോൾ സ്പാൻ ഓഫ് 1 cos nx sin nx n ടെൻഡൻസ് ടു ഇൻഫിനിറ്റിയുടെ ക്ലോഷറാണ് C2 ഓഫ് ക്ലോസ് ഇൻ്റർവൽ -π. അതിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഡബിൾ ക്ലോഷർ എടുത്താൽ അത് തന്നെ കിട്ടുക. Therefore 1 cos nx sin nx സെറ്റ് n വേരീസ് ഫ്രം 1 to infinity എന്നുള്ള കേസ് ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം ഇൻ L2 ഓഫ് ക്ലോസ് ഇൻ്റർവൽ -π. അതുപോലെ തന്നെ e raised to int എന്ന് പറയുന്നതും ഒരു കംപ്ലീറ്റ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും, അതിൻ്റെ സ്പാനിൻ്റെ ക്ലോഷർ ഹോൾ സ്പേസ് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ഒരു ലെമ്മ നോക്കാം നമുക്ക്.